ചോദ്യം 1. 1 സാമുവേൽ അധ്യായം 2 ആദ്യ തലക്കെട്ട് ഏത്? ഓപ്ഷൻസ്: എ. സാമുവേലിന്റെ ജനനം. ബി. ഏലിയുടെ പുത്രന്മാർ. സി. ഹന്നായുടെ കീർത്തനം. ഡി. സാമുവേലിനെ വിളിക്കുന്നു. ഉത്തരം സി. ഹന്നായുടെ കീർത്തനം. ചോദ്യം 2. എന്റെ ശിരസ് ആരിൽ ഉയർന്നിരിക്കുന്നു എന്നാണ് ഹന്ന പറഞ്ഞത്? ഓപ്ഷൻസ്: എ. കർത്താവിൽ. ബി. ദാവീദിൽ. സി. ഏലിയിൽ. ഡി. സാമുവേലിൽ. ഉത്തരം എ. കർത്താവിൽ. ചോദ്യം 3. ആരെപ്പോലെ സുസ്ഥിരമായ ഒരാശ്രയമില്ലെന്നാണ് ഹന്ന പറയുന്നത്? ഓപ്ഷൻസ്: എ. നമ്മുടെ സ്നേഹിതനെ പോലെ. ബി. നമ്മുടെ കർത്താവിനെ പോലെ. സി. നമ്മുടെ ദൈവത്തെ പോലെ. ഡി. നമ്മുടെ പിതാവിനെ പോലെ. ഉത്തരം സി. നമ്മുടെ ദൈവത്തെ പോലെ. ചോദ്യം 4. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ എന്തിനു വേണ്ടിയാണ് കൂലിപ്പണി ചെയ്യുന്നത്? ഓപ്ഷൻസ്: എ. വീടിനു വേണ്ടി. ബി. ആഹാരത്തിനു വേണ്ടി. സി. മക്കൾക്ക് വേണ്ടി. ഡി. ദൈവകൃപയ്ക്ക് വേണ്ടി. ഉത്തരം ബി. ആഹാരത്തിനു വേണ്ടി. ചോദ്യം 5. ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് ആര്? ഓപ്ഷൻസ്: എ. ദൈവം. ബി. ഏലി. സി. ദാവീദ്. ഡി. കർത്താവ്. ഉത്തരം ഡി. കർത്താവ്. ചോദ്യം 6. ദരിദ്രനും ധനികനും ആക്കുന്നത് ആര്? ഓപ്ഷൻസ്: എ. കർത്താവ്. ബി. ദാവീദ്. സി. സാമുവേൽ. ഡി. പിതാവ്. ഉത്തരം എ. കർത്താവ്. ചോദ്യം 7. കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻസ്: എ. ശത്രുവിനെ. ബി. പാപിയെ. സി. അഗതിയെ. ഡി. ധനികനെ. ഉത്തരം സി. അഗതിയെ. ചോദ്യം 8. ആരാണ് അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നത്? ഓപ്ഷൻസ്: എ. സമ്പന്നർ. ബി. ദുഷ്ടന്മാർ. സി. വിശ്വസ്തരെ. ഡി. അഗതിയെ. ഉത്തരം ബി. ദുഷ്ടന്മാർ. ചോദ്യം 9. ഭൂമിയെ മുഴുവൻ വിധിക്കുന്നത് ആര്? ഓപ്ഷൻസ്: എ. ദാവീദ്. ബി. കർത്താവ്. സി. ദൈവം. ഡി. ഏലി. ഉത്തരം ബി. കർത്താവ്. ചോദ്യം 10. ആരാണ് ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്നത്? ഓപ്ഷൻസ്: എ. സാമുവേൽ. ബി. എൽക്കാന. സി. ദാവീദ്. ഡി. സൂഫി. ഉത്തരം എ. സാമുവേൽ.